ശില്പിയായി നിർമ്മിച്ച
ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭക്തരുടെ വിശ്വാസ ജീവിതം പോലെ ഭദ്രമായ മറ്റൊരു ജീവിതം ലോകത്തിലില്ല എന്ന് ദൈവദാസനായ എം ഇ ചെറിയാൻ സാറ് എഴുതിയിരിക്കുകയാണ്. ഭക്തരുടെ വിശ്വാസ ജീവിതം വളരെ പ്രത്യേകതകളുള്ളതായ ജീവിതമാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതം പോലെയല്ല ഭക്തരുടെ ജീവിതം എന്ന് കാണുവാൻ കഴിയും. നാം തിരുവെഴുത്ത് വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത് എന്നെഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഭക്തരുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള ജീവിതമാണ്. ഈ ലോകത്തിലെ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് കാഴ്ചയാലുള്ള ജീവിതമാണ്. തങ്ങൾ കാണുന്നതായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ഭക്തരുടെ ജീവിതം അങ്ങനെയല്ല. നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവവചനത്താലുള്ള ജീവിതമാണ് ഭക്തരുടെ ജീവിതം. വിശ്വാസത്താലുള്ള ജീവിതമാണ് ഭക്തരുടെ ജീവിതം. അവർക്ക് അനേക കാര്യങ്ങൾ വിശ്വാസത്താൽ കാണുവാൻ സാധിക്കും. ലോകം മുഴുവൻ എതിരായി നിൽക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിലൂടെ വിശ്വാസത്താലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം അവർക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ മുൻപാകെ ഒരുപാട് പ്രതിബന്ധങ്ങൾ വന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോഴും മുൻപോട്ട് ഒരു ചുവട് വയ്ക്കുവാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യത്തിലും വിശ്വാസത്താൽ അതിൻ്റെ മധ്യത്തിലൂടെ ഒരു ഉണങ്ങിയ പാത കാണുവാൻ സാധിക്കുന്നതാണ് ഭക്തരുടെ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. പലപ്പോഴും ലോക മനുഷ്യരുടെ മുൻപാകെ വഴികളെല്ലാം അടയുന്നതായ സാഹചര്യത്തിൽ അവർ രക്ഷപ്പെടുവാൻ വഴികൾ കാണാതെ പരക്കം പായുന്നതായ അവസരത്തിൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപാകെ വിശ്വാസത്താൽ ചില പാതകൾ കാണുവാൻ അവർക്ക് സാധിക്കുകയാണ്. എല്ലാവരും ഉപേക്ഷിക്കുന്നതായ സാഹചര്യത്തിലും ദൈവം അവരുടെ മുൻപാകെ അനുഗ്രഹത്തിൻ്റെതായ ഒരു പാത അവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോഴും അവരുടെ മുൻപാകെ അനുഗ്രഹകരമായ ലാഭങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ വിശ്വാസ ജീവിതത്തിൽ കാണുവാൻ ദൈവാത്മാവ് ഭക്തരെ സഹായിക്കുകയാണ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഹായത്താലുള്ളതായ ജീവിതമാണ്. മാനുഷികമായ സഹായങ്ങൾക്കപ്പുറമായി ദൈവം അവരെ സഹായിക്കുന്നു എന്നുള്ള പരിപൂർണമായ ബോധ്യത്തിലുള്ള ജീവിതമാണ് ഭക്തരുടെ വിശ്വാസ ജീവിതം. നാം ഈ പാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ടതുപോലെ ഭക്തരുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ വസ്തുവകകൾ നേടാനായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതോ ആയ ഒരു ജീവിതമല്ല. മറിച്ച് അന്യദേശത്ത് പരദേശിയായി, മന്നിതിൽ കൂടാരവാസികളായി, ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വൻ നഗരത്തിനായി കാത്തുവസിക്കുന്ന ജീവിതമാണ് ഭക്തരുടെ ജീവിതം എന്ന് ദൈവദാസൻ പാടിയിരിക്കുകയാണ്. എത്ര അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് ഭക്തരുടെ വിശ്വാസ ജീവിതം. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ പരദേശികളാണ്. ഇവിടെ നിലനിൽക്കുന്നതായ ഒരു നഗരമില്ല. നമ്മുടെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെയുള്ളതായ വാസമാണ്. മാത്രമല്ല, വിശ്വാസ ജീവിതത്തിൽ ഒരുപക്ഷെ നാം നേരിടേണ്ടി വരുന്നതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അതാത് സമയങ്ങളിൽ കർത്താവ് പരിഹരിച്ച് നൽകി നമ്മെ നടത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ പരിപാലിച്ച വിധങ്ങൾ നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അഗ്നിസ്തംഭത്തിൽ അവർക്ക് രാത്രിയിൽ പ്രകാശമായി നിന്നു, മേഘസ്തംഭത്തിൽ അവർക്ക് പകലിൽ തണലായി നിന്നു. അവരെ എത്രമാത്രം അത്ഭുതകരമായിട്ടാണ് കർത്താവ് പരിപാലിച്ചത്. മാത്രമല്ല, ഓരോ ദിവസവും അന്നന്നത്തേക്കുള്ള ആഹാരം അവർക്ക് സ്വർഗീയ ഭോജ്യമായ മന്നയിലൂടെ നൽകി എന്നുള്ളത് എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ പരിപാലനം എത്ര വിലയേറിയതാണ്. ദൈവമക്കളുടെ, ഭക്തന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായും അനുഗ്രഹകരമായ ഒരു ജീവിതമാണ്. ദൈവം പരിപാലിക്കുന്നതായ ഒരു ജീവിതമാണ്. ഇല്ലായ്മയുടെ മധ്യത്തിലും കർത്താവിൻ്റെ പരിപാലനം അനുഭവിക്കുന്ന ജീവിതമാണ് ഭക്തരുടെ ജീവിതം എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിലും കർത്താവ് സഹായിക്കുന്ന ജീവിതമാണ് ഭക്തരുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിലെ പ്രയാസങ്ങളോ നിരാശകളോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ തലോടൽ അനുഭവിക്കുന്ന ജീവിതമാണ് ദൈവമക്കളുടെ, ദൈവഭക്തരുടെ ജീവിതം എന്ന് പറയുന്നത്. എത്രമാത്രം ഭദ്രമായ ഒരു ജീവിതമാണ് ഭക്തരുടെ ജീവിതം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്കൊന്ന് സമർപ്പിക്കാം. നീ ഭക്തനാണെങ്കിൽ
ഭക്തയാണെങ്കിൽ നിന്നെ കർത്താവ് സഹായിക്കുന്ന വിധങ്ങൾ നേരിട്ട് കാണുവാൻ നിനക്ക് സാധിക്കും. നിന്റെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയുടെ മുഖത്തും കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കാണുവാൻ നിനക്ക് സാധിക്കും. കർത്താവ് നിന്നെ പരിപാലിക്കുന്നത് കാണുവാൻ സാധിക്കും. നിനക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ പാതകൾ കർത്താവ് ഒരുക്കുന്നത് കാണുവാൻ സാധിക്കും. നിനക്കെതിരായി നിൽക്കുന്ന ശക്തികളെ കർത്താവ് അമർച്ച ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. നിന്റെ പ്രയാസത്തിൽ കരം പിടിച്ച് നിന്നെ വഴി നടത്തുന്നത് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അതാണ് ഭക്തരുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നേരിടുന്നത് വിശ്വാസത്താലാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഭക്തരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് കർത്താവിലുള്ളതായ അചഞ്ചലമായ വിശ്വാസമാണ്. നാം വിശ്വാസ വീരന്മാരെ സംബന്ധിച്ച് എബ്രായ ലേഖനത്തിൽ കാണുന്നുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയി. ആ സമയത്തെല്ലാം അവർ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, നീക്കിക്കളയുന്ന, തകർത്ത് കളയുന്ന അനുഭവങ്ങളിലൂടെ അവിടെ കടന്നു പോകുമ്പോഴും അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതെ അവർ ഭക്തരായി നിലനിന്നു എന്ന് കാണുവാൻ സാധിക്കും. രാവിലെ നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. ദൈവവചനം നമ്മോട് പറയുകയാണ്, നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന ഭക്തനാണെങ്കിൽ, ഭക്തയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ ഇടപെടൽ നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. നിനക്കെതിരായി നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ കർത്താവ് തന്നെ മാറ്റിത്തരുന്നത് കാണുവാൻ സാധിക്കും. നിന്റെ കഷ്ടപ്പാടുകളുടെ മധ്യത്തിൽ കർത്താവ് നിന്നെ സഹായിക്കുന്ന വിധങ്ങൾ നിനക്ക് കാണുവാൻ സാധിക്കും. നിന്നെ കർത്താവ് പരിപാലിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ അനുഗ്രഹകരമായ ഒരു ജീവിതമാണ് ഭക്തരുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഭക്തരുടെ വിശ്വാസ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നല്ല. പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിബന്ധങ്ങളുണ്ടാകാം, വലിയ വൈതരണികളുണ്ടാകാം, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയെന്ന് വരാം, മനോഭാരങ്ങളിലൂടെ കടന്നുപോയെന്ന് വരാം, പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയെന്ന് വരാം. പക്ഷേ അതിൻ്റെ മധ്യത്തിലും വിശ്വാസ ജീവിതം നമ്മെ നയിക്കുന്നത് കർത്താവ് സഹായിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസത്തിലേക്കാണ്. കർത്താവ് എല്ലായ്പ്പോഴും കൂടെയുണ്ട് എന്നുള്ളതായ അടിയുറച്ച വിശ്വാസത്തിലേക്കാണ്. ആ വിശ്വാസമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ആ വിശ്വാസമാണ് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയാക്കി തീർക്കുന്നത്. അങ്ങനെ കർത്താവിൽ അടിയുറച്ച വിശ്വാസമാണ് ഭക്തരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം നാം ഭക്തർ എന്നുള്ളതായ നിലയിൽ പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് പോവുകയാണ്. വിശ്വാസ വീരന്മാർ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ എങ്ങനെയാണോ പ്രതിസന്ധികളെ തരണം ചെയ്തത്, അതേപോലെ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ നമ്മുടെ പ്രതിസന്ധികളെ നാം നേരിടുവാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിനെതിരായി നിൽക്കുന്ന ഏതെല്ലാം അനുഭവങ്ങൾ വന്നിരുന്നാലും ഞാൻ കർത്താവിൻ്റെ വകയാണെന്നും ഞാൻ ഭക്തനാണെന്നും ഭക്തയാണെന്നുമുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടെ കർത്താവ് എനിക്ക് വേണ്ടി കാര്യങ്ങളെ നിർവഹിച്ചു തരുമെന്നുള്ളതായ ഉത്തമമായ ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേലിന്റെ ചെങ്കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ പാത നൽകി അക്കരെ കടത്തിയവനായ ദൈവം അത്ഭുതകരമായി അവരെ വഴി നടത്തിയതായ രംഗങ്ങൾ നാം ഓർക്കുമ്പോൾ നമ്മെയും അതേപോലെ നടത്തുവാൻ ശക്തനാണെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭക്തരുടെ വിശ്വാസ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായ ജീവിതമാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താലുള്ള ജീവിതമാണ് ഭക്തരുടെ ജീവിതം. ആ നിലയിൽ ഇന്നത്തെ പകലിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഭക്തരുടെ വിശ്വാസ ജീവിതം എത്രയോ അനുഗ്രഹകരമാണെന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു കർത്താവേ. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നത് പോലെ ഇന്നത്തെ പകലിൽ വിശ്വാസത്താൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളുടെ മുഖത്തും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമെന്നുള്ളതായ ഉറച്ച വിശ്വാസത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ ശക്തരാക്കുമെന്നും ഞങ്ങൾക്ക് സൗഖ്യം നൽകുമെന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകുമെന്നും ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നും ഉള്ള അടിയുറച്ച വിശ്വാസത്തിൽ ഇന്ന് പകലിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ധൈര്യത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.